പുഞ്ചിരിയോടുകൂടി നിൽക്കുന്നത് 20-ന്റെയും 25-ന്റെയും 30-ന്റെയും അകത്തുള്ള രക്തത്തിളപ്പുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാണെന്നറിയുമ്പോൾ എന്റെ സഹോദരങ്ങളെ മനസ്സിന്റെ അകത്ത് വല്ലാത്ത സങ്കടം വരാറുണ്ട്. എന്തിനേറെ തൃക്കരിപ്പൂർ എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയുടെ കാസർഗോഡ് ജില്ലയുടെ പ്രദേശത്തിലേക്ക്, പയ്യന്നൂരിന്റെ പ്രാന്തപ്രദേശത്തിലേക്ക്, കടമ്പയുടെ പ്രാന്തപ്രദേശത്തിലേക്ക് ഈ അടുത്ത സമയത്ത് നിങ്ങൾ കണ്ടതാണ്. പരിശുദ്ധ റമളാനിന്റെ 27-ാം രാവിന്റെ രാത്രിയിൽ ഇശാനിസ്കാരം കഴിഞ്ഞ് പള്ളിയിലേക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് എഴുത്തിക്കാതിരുന്ന് ആ രാത്രി ഹയാത്താക്കാൻ തീരുമാനിച്ച സലാം എന്ന് പറയുന്ന പ്രിയപ്പെട്ട പിതാവിനെ വലിയ കൊട്ടാരത്തിന്റെ ഉള്ളറയിലേക്ക് കടന്നു വന്ന 5 പ്രിയപ്പെട്ട സഹോദരങ്ങൾ വാതിൽ തുറന്നകത്ത് കിടന്നിട്ട് ഭാര്യയും മക്കളെയും അടച്ചിട്ടുകൊണ്ട് ബാൻഡേജ് കൊണ്ട് മുഖവും മൂക്കും സ്റ്റിച്ചിട്ടിട്ട് കസേരയിൽ ചാരിക്കിടത്തിയിട്ട് എന്റെ പ്രിയമുള്ളവരെ മണിക്കൂറുകളോളം ക്രൂരമായ മർദ്ദനമുറകൾക്ക് ശേഷം ആ പ്രിയപ്പെട്ട സഹോദരനെ ഈ ലോകത്തിൽ നിന്ന് പറഞ്ഞേക്കാൻ 27-ാം രാവിന്റെ ലൈലത്തുൽ ഖദറിന് ഏകദേശമുള്ള പണ്ഡിതന്മാർ ഒത്തൊരുമയോടുകൂടി അഭിപ്രായ വ്യത്യാസമില്ലാതെ രേഖപ്പെടുത്തിയ പരിശുദ്ധ റമളാനിന്റെ 27-ാം രാവിന്റെ രാത്രിയിൽ പണത്തിനു വേണ്ടി, പദവിക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അധികാരത്തിനു വേണ്ടി ദുനിയാവിന്റെ മോഹവലയം കീഴടക്കിപ്പോയപ്പോൾ ഒരു മുസ്ലിം സഹോദരനെ എഴുത്തിക്കാതിരിക്കാൻ പോകുന്ന മുസ്ലിം സഹോദരന്റെ ജീവനെടുക്കാൻ മനസ്സ് കാണിച്ചവരിൽ രക്തത്തിളപ്പുള്ള ആവേശമുള്ള ദുനിയാവിന്റെ മായം കൊണ്ട് മയങ്ങിപ്പോയ ചെറുപ്പക്കാരുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ലോകത്തിന്റെ നാനാഭാഗത്ത് നടക്കുന്ന ദുരന്തങ്ങളെ മാത്രം ഞാൻ എണ്ണിത്തിട്ടപ്പെടുത്തി നിങ്ങളോട് പറഞ്ഞാൽ നേരം പുലരുവോളം ഇന്ന് നൗഷാദ് വാക്കവി തളിപ്പറമ്പിന്റെ പരിസരത്തുള്ള പുതിയങ്ങാടിയുടെ പരിസരത്ത് ഒരുമിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട ജനസാഗരത്തിന് മുന്നിൽ അതുമാത്രം പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ടി വരും. എവിടെയും മുസ്ലിം ചെറുപ്പക്കാരെ കാണാം. ഹൈന്ദവ സഹോദരങ്ങൾ ഇറങ്ങുന്നതിൽ ഈ പ്രിയപ്പെട്ട സഹോദരന് സങ്കടമില്ല. ക്രൈസ്തവ സഹോദരങ്ങൾ ഇറങ്ങുന്നതിൽ ഈ പ്രിയപ്പെട്ട നൗഷാദ് വാക്കവിക്ക് മനസ്സിന്റെ കത്ത് പ്രയാസമില്ല. മാനുഷിക ഗുണം തകർന്നുപോയി ഒരു സങ്കടമല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു സങ്കടം എനിക്ക് വരുന്നില്ല. മറിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ കൊടുത്ത് ഏറ്റവും വലിയ ഉന്നതമായ പദവിയിലേക്ക് എത്തിക്കേണ്ടുന്ന ഈ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാർ അല്ലാഹു കൊടുത്ത ആരോഗ്യം കൊണ്ട്, അല്ലാഹു കൊടുത്ത പണം കൊണ്ട്, അല്ലാഹു കൊടുത്ത പദവി കൊണ്ട്, അല്ലാഹു കൊടുത്ത സർവ്വ ഐശ്വര്യങ്ങൾ കൈനീട്ടി വാങ്ങിയിട്ട് കള്ളുപിടിച്ച്, പെണ്ണുപിടിച്ച്, പലിശ വാങ്ങി ഹറാമ് ചെയ്ത് സർവ്വ കൂത്തരങ്ങുകൾക്കും കൊടിപിടിക്കുന്ന ഇസ്ലാമിന്റെ പേരിനെ കളങ്കപ്പെടുത്തുന്നവരായി മാറിക്കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നൂറുകണക്കിന് പ്രഭാഷണങ്ങളിലൂടെ, നൂറുകണക്കിന് കാസറ്റുകളിലൂടെ മുസ്ലിം ചെറുപ്പക്കാർ പാഴാക്കിക്കൊണ്ടിരിക്കുന്ന യുവത്വത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവരാ. അല്ലാഹുവിന്റെ കോടതിയിൽ അർശിന്റെ താഴ്ഭാഗത്തേക്ക് ഒരുമിച്ച് കൂട്ടുന്ന യുവാക്കളെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നവരാ. ലോകത്തിന്റെ നാനാഭാഗത്ത് മുസ്ലിം ചെറുപ്പക്കാർ പള്ളിക്കു വേണ്ടി, സംഘടനയ്ക്ക് വേണ്ടി, ആദർശത്തിന് വേണ്ടി, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്നതിന്റെ ഏറ്റവും വലിയ പ്രയോജനപ്രദമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിച്ചവരാ. പക്ഷേ ഓരോ റമളാൻ കടന്നു വരുമ്പോഴും ഈ റമളാനോടുകൂടി ഞാൻ രക്ഷപ്പെടും, ഇനി ഞാൻ കള്ളുകുടിക്കില്ല, ഇനി ഞാൻ പെണ്ണുപിടിക്കില്ല, ഇനി ഞാൻ ഹറാമ് ചെയ്യില്ല, ഇനി ഞാൻ മോശത്തരങ്ങൾ ചെയ്യില്ല എന്ന് തീരുമാനമെടുത്ത് പെരുന്നാളിന്റെ ചൊവ്വാലിന്റെ പൊന്നമ്പിളിയുടെ നിറം മങ്ങുന്നതിന് മുമ്പ് മദ്യചഷകത്തിന്റെ താരാട്ട് കേട്ടുറങ്ങുന്ന രാത്രികൾ ആ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരന്റെ വീടുകളെ കവർന്നെടുത്തുകൊണ്ടിരിക്കുമ്പോൾ സുന്ദരിയാര പെണ്ണിന്റെ ചുമന്ന ചുണ്ട് കണ്ടിട്ട് അല്ലാഹുവിന്റെ ആദർശത്തെ ചവിട്ടി തേച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, ഉസ്താദേ എനിക്ക് നന്നാവാൻ കഴിയില്ല, എന്റെ അലമാര തുറന്നു വെച്ചാൽ നൗഷാദ് വാക്കവിയുടെ കാസറ്റുകളാ, അഹമ്മദ് കബീർ വാക്കവിയുടെ കാസറ്റുകളാ. പക്ഷേ എന്റെ ഉസ്താദ് പ്രസംഗം കേൾക്കുന്ന ആവേശം അത് കേട്ട് കഴിയുമ്പോൾ എനിക്ക് കൈവരുന്നില്ല എന്ന് മനസ്സിലാക്കി സങ്കടത്തോടുകൂടി പുതിയങ്ങാടിയുടെ മനോഹരമായ ഗ്രൗണ്ടിൽ ഒരുമിച്ചുകൂടിയ ആയിരക്കണക്കിന് മുസ്ലിം ചെറുപ്പക്കാരോട് ആണയിട്ട് പറയുകയാണ്, എന്റെ പ്രഭാഷണം കേൾക്കാൻ വന്ന പ്രിയപ്പെട്ട യുവത്വമേ, ഇന്നത്തെ രാത്രി മനസ്സുകൊണ്ട് മദീനയിലേക്ക് പറന്നു പോകാൻ അല്ലാഹുവിന്റെ ആദർശത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഇസ്ലാമിന്റെ ചുണക്കുട്ടനായി ഇനിയൊരു ചിന്ത പോലും ഹറാമിന് വേണ്ടി ഞാൻ പറന്നുവിടില്ല, ഇനി എന്റെ കണ്ണിന് ഞാൻ ഹറാമായ കാഴ്ചക്ക് വേണ്ടി തുറന്നുവിടില്ല, ഇനി എന്റെ കാതിന് ഞാൻ ഹറാമായത് കേൾക്കാൻ വേണ്ടി പിടിച്ചു വെക്കില്ല എന്ന ശക്തമായ തീരുമാനത്തിൽ അല്ലാഹുവിന്റെ അർശിന്റെ തണല് ലഭിക്കുമെന്ന് അല്ലാഹുവിന്റെ കോടാനുകോടി മാലാഖമാര് ഈ സ്വർഗത്തിന്റെ വേദിയിലേക്ക് പറന്നിറങ്ങിയിട്ട് ഒപ്പിട്ട് പിരിഞ്ഞു പോകുന്ന ഒരു മജ്‌ലിസായിട്ട് ഇൻഷാ അല്ലാഹ് ഇത് മാറും. അല്ലാഹു അതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.
അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.